ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത് രണ്ട് ഡിവൈസുകളെക്കുറിച്ചാണ്, മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും. നമുക്ക് ആദ്യം മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ച് പഠിക്കാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന ഡിവൈസ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ ചെയ്യാനുള്ള ഒരു ഡിവൈസാണിത്. അതുകൊണ്ട് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, വർക്കിംഗ് അതൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ദ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ബാലൻസിംഗ് കണ്ടീഷൻ. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസിംഗ് കണ്ടീഷൻ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മീറ്റർ ബ്രിഡ്ജ്. അതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ നിങ്ങൾക്കറിയാലോ, P/Q = R/S. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനെ കുറിച്ച് പഠിച്ചതാണ്. നമുക്ക് ആദ്യം മീറ്റർ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, രണ്ട് എൽ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്സ്. ഇത് ഒരു എൽ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്സ്, അതേപോലെ ഇവിടെ ഒരു എൽ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്സ്. അതിനിടയ്ക്ക് ഒരു റെക്റ്റാങ്കുലർ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്പ് കണ്ടല്ലോ. ഇവിടെ രണ്ട് ഗ്യാപ്പുകളുണ്ട്, കണ്ടില്ലേ? ഒന്നാമത്തെ ഗ്യാപ്പിൽ നമ്മളൊരു അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. അൺനോൺ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വയർ. അതിനെ നമ്മൾ R എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഗ്യാപ്പിൽ നമ്മളൊരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ നോൺ റെസിസ്റ്റൻസ്. അതിനെ S എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ AB എന്ന് പറയുന്നത് എ യൂണിഫോം മെറ്റാലിക് വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ. അപ്പോൾ AB ഇതൊരു യൂണിഫോം മെറ്റാലിക് വയറാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, അതായത് 100 സെൻറ്റിമീറ്റർ. അതുപോലെ ഈ എൻഡിൽ നിന്ന് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെല്ലിൻ്റെ EMF E ആണ്. അതുപോലെ ഒരു പ്ലഗ് കീ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് മറ്റേ എൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ. അതുപോലെ ഇവിടെ നിന്നും ഒരു ഗാൾവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഗാൾവനോമീറ്ററിൽ നിന്നും ഈ വയറിൽ ടച്ച് ചെയ്യാനായിട്ട് ഒരു സ്ലൈഡ് കോണ്ടാക്റ്റ് ജോക്കി, ഒരു പേന് പോലെയുള്ള ഒരു ഡിവൈസാണ് ജോക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒന്നും കൂടി നോക്കാം. രണ്ട് എൽ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്പ്. ഇത് ഒരു എൽ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്പ്. ഇവിടെ വീണ്ടും ഒരു എൽ ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്സ്. അതിനിടയ്ക്ക് ഒരു റെക്റ്റാങ്കുലർ കോപ്പർ സ്ട്രിപ്പ് കണ്ടല്ലോ. അതിനിടയ്ക്ക് രണ്ട് ഗ്യാപ്പ്. ഒന്നാമത്തെ ഗ്യാപ്പിൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. മറ്റേ ഗ്യാപ്പിൽ ഒരു റെസിസ്റ്റൻസ് ബോക്സും കണക്ട് ചെയ്യുക. അതുപോലെ AB എന്ന് പറയുന്നത് ഒരു യൂണിഫോം മെറ്റാലിക് വയറാണ്. അതിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്. പിന്നീട് ഈ എൻഡിൽ നിന്നും ഒരു സെല്ല് കണക്ട് ചെയ്യുക. സെല്ലിൻ്റെ EMF E, എന്നിട്ടൊരു പ്ലഗ് കീ K, എന്നിട്ട് മറ്റേ എൻഡിൽ കണക്ട് ചെയ്യുക. ഇവിടെ നിന്നും ഒരു ഗാൾവനോമീറ്റർ, ഗാൾവനോമീറ്ററിൻ്റെ അറ്റത്ത് ഒരു സ്ലൈഡ് കോണ്ടാക്റ്റ് ജോക്കി. ഇത്രയുമാണ് നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ മീറ്റർ ബ്രിഡ്ജിൻ്റെ യൂസ് എന്താണ്? എന്തിനാണ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. നമുക്ക് ഒരു വയർ കിട്ടിക്കഴിഞ്ഞാൽ ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് ഈ മീറ്റർ ബ്രിഡ്ജ് എന്ന ഡിവൈസ് ഉപയോഗിച്ച് കണ്ടെത്താം. അപ്പോൾ എങ്ങനെയാണ് ഈ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് ഈ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കണക്ഷൻസ് എല്ലാം ഇതേപോലെ കറക്റ്റായി ചെയ്യുക. അതിനുശേഷം ജോക്കി ആദ്യം A എന്ന് പറയുന്ന ആ എൻഡിൽ ആ വയറിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഗാൾവനോമീറ്ററിൻ്റെ നീഡിൽ എങ്ങോട്ടാണോ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ജോക്കി
ബി എന്ന് പറയുന്ന എൻഡിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ എ എന്ന് പറയുന്ന ആ പോയിന്റിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ എങ്ങോട്ടാണോ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കണം ബി എന്ന് പറയുന്ന എൻഡിൽ ഈ വയറിൽ ടച്ച് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ റെസിസ്റ്റൻസ് ബോക്സിൽ, അതായത് ഈ റെസിസ്റ്റൻസ് ബോക്സിൽ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് S നമുക്ക് 1 ohm എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ചെയ്യേണ്ടത് ഈ ജോക്കി ഉണ്ടല്ലോ, ഈ യൂണിഫോം മെറ്റാലിക് വയറിൻ്റെ മുകളിൽ കൂടെയാണ് നമുക്ക് നീക്കിക്കൊണ്ട് പോകേണ്ടത്. ആദ്യം എയുടെ അറ്റത്ത് കൊണ്ടുവന്ന് വെക്കുക, ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ജോക്കി. അപ്പോൾ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അതിനുശേഷം ഈ ജോക്കി ഈ യൂണിഫോം മെറ്റാലിക് വയറിൻ്റെ മുകളിലൂടെ പതുക്കെ നീക്കുക. നീക്കിയതാണ്ട് ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ, അതായത് ജെ എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്തപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ 0 ഡിഫ്ലക്ഷനായി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആദ്യം ഈ റെസിസ്റ്റൻസ് ബോക്സിൽ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എത്രയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത റെസിസ്റ്റൻസ്? S=1 ohm. അതിനുശേഷം ഈ ജോക്കി എ എന്ന് പറയുന്ന എൻഡിൽ കൊണ്ടുവന്ന് വെച്ചു, ഈ മെറ്റാലിക് വയറിൽ വെച്ചു. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ആ ജോക്കി ഈ യൂണിഫോം മെറ്റാലിക് വയറിൻ്റെ പല പല പോയിന്റുകളിൽ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് മുകളിലൂടെ നീക്കുക. അങ്ങനെ ജെ എന്ന് പറയുന്ന പോയിന്റിൽ ജോക്കി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ 0 ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിച്ചല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ബ്രിഡ്ജ് എന്തായെന്ന് പറയാം? ബാലൻസ്ഡ് ആയെന്ന് പറയാം. അപ്പോൾ ഈ മീറ്റർ ബ്രിഡ്ജ് ബാലൻസിങ് കണ്ടീഷനായി കഴിഞ്ഞു. ഓക്കെ, ഈ എ മുതൽ ജെ വരെയുള്ള ആ മെറ്റാലിക് വയറിൻ്റെ ലെങ്ത് L ആണെന്നിരിക്കട്ടെ. ഇത് ടോട്ടൽ 100 സെൻറ്റിമീറ്റർ ആണല്ലോ. എ മുതൽ ജെ വരെ L സെൻറ്റിമീറ്റർ ആണെങ്കിൽ ജെ മുതൽ ബി വരെ എത്രയായിരിക്കും? 100 - L സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് ഒരു യൂണിഫോം മെറ്റാലിക് വയർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ മീറ്റർ ബ്രിഡ്ജ് വയറിൻ്റെ റെസിസ്റ്റൻസ് പെർ സെൻറ്റിമീറ്റർ, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് R ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതൊരു യൂണിഫോം മെറ്റാലിക് വയർ ആയതുകൊണ്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മാൾ r ആണെന്നിരിക്കട്ടെ. അപ്പോൾ എ മുതൽ ജെ വരെ ആ വയറിൻ്റെ ലെങ്ത് എത്രയാണ്? L സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ L സെൻറ്റിമീറ്ററുള്ള വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? LR ആയിരിക്കും. അപ്പോൾ എ മുതൽ ജെ വരെ ആ വയറിൻ്റെ ലെങ്ത് L സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ എ മുതൽ ജെ വരെയുള്ള ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? LR ആയിരിക്കും. അതുപോലെ ബി മുതൽ ജെ വരെ ലെങ്ത് എന്ന് പറയുന്നത് 100 - L അല്ലേ. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 100 - L × R ആയിരിക്കും. അപ്പോൾ ഇതൊരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് പോലെ ആയല്ലോ. ദാണ്ടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ വേറൊരു റെസിസ്റ്റൻസ്. AG എന്ന് പറയുന്നത് ആ വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ BG എന്ന് പറയുന്ന ആ വയറിനും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ദാണ്ടെ ഈ എൻഡിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ബാലൻസിങ് കണ്ടീഷൻ ഉപയോഗിക്കുക. എന്താണ് ബാലൻസിങ് കണ്ടീഷൻ? വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ബാലൻസിങ് കണ്ടീഷൻ P/Q = R/S. അപ്പോൾ ഇവിടെ Pക്ക് പകരം എന്താണ്? R. അപ്പോൾ R/Qന് പകരം S. R/S = ഇത് AJ എന്ന് പറയുന്ന ആ വയറിൻ്റെ റെസിസ്റ്റൻസ് LR അല്ലേ. LR/B മുതൽ J വരെയുള്ള ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 100 - L × R. ഇവിടെ ആറും ക്യാൻസലായി പോവല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R/S = L/100
100 മൈനസ് എൽ. നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ആറല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് R ഈക്വൽ ടു എന്തെന്ന് എഴുതാം? L ഇൻറ്റു എസ് ബൈ 100 മൈനസ് എൽ. ഇതാണ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ എൽ നിങ്ങൾക്കറിയാം, എസ് നമ്മൾ ആദ്യം റെസിസ്റ്റൻസ് ബോക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അത് നോൺ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എല്ലും എസ്സും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് കണ്ടെത്താം. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു അൺനോൺ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതായി പഠിക്കുവാനുള്ളത് പൊട്ടൻഷ്യോമീറ്റർ എന്ന ഡിവൈസിനെ കുറിച്ചാണ്. ഇതും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുവാനുള്ളതാണ്. അപ്പോൾ ഇതും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലോങ് വയർ വിത്ത് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്ട്രെച്ച്ഡ് ഓൺ എ വുഡൻ ബോർഡ്. ഒരു വുഡൻ ബോർഡിൽ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു ലോങ് വയർ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ ലെങ്ത് ഓഫ് ദി വയർ ഈസ് 10 മീറ്റർ, ആ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ ലെങ്ത് 10 മീറ്റർ ആണ്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 10 റോസ് ആയിട്ടാണ്, അതായത് ഓരോ റോയിലും 1 മീറ്റർ. അങ്ങനെ എത്ര റോയുണ്ട്? 10 റോസ്. അപ്പോൾ ടോട്ടൽ 10 മീറ്റർ ആണ് ആ വയറിൻ്റെ ടോട്ടൽ ലെങ്ത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലോങ് വയർ വിത്ത് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്ട്രെച്ച്ഡ് ഓൺ എ വുഡൻ ബോർഡ്. If the length of the wire is 10 meters, then there are 10 rows, each row of 1 meter long. The free ends of the wire are connected to the screws. അതിൻ്റെ ഫ്രീ എൻഡ്, ആ മുകളിലത്തെ എൻഡും താഴത്തെ എൻഡും അത് കണക്ട് ചെയ്തിരിക്കുന്നത് സ്ക്രൂവിലാണ്. അതാണ് നമ്മുടെ ടെർമിനൽസ്. പിന്നീട് എ മീറ്റർ സ്കെയിൽ ഈസ് ഫിക്സ്ഡ് ഓൺ ദി ബോർഡ് പാരലൽ ടു ദി ലെങ്ത് ഓഫ് ദി വയർ. അപ്പോൾ ആ വയറിൻ്റെ ലെങ്തിന് കറക്റ്റ് പാരലായിട്ട് ഒരു മീറ്റർ സ്കെയിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ആ 10 മീറ്റർ നീളമുള്ള ആ വയറിനെ ദാണ്ടെ ഇങ്ങനെ അങ്ങ് റെപ്രസെൻ്റ് ചെയ്താൽ മതി. അപ്പോൾ എ മുതൽ ബി വരെ ഈ വയറിൻ്റെ ലെങ്ത് എത്രയാണ്? 10 മീറ്റർ ആണ്. സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ ഫ്രീ എൻഡ്സ് ആണ് എയും പിയും. എയിൽ നിന്നും കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നീട് ഒരു പ്ലഗ് കീ കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു റിയോസ്റ്റാറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ എൻഡ്സ് എ ആൻഡ് ബി ആർ കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് EMF E, ഒരു പ്ലഗ് കീ കെ ആൻഡ് എ റിയോസ്റ്റാറ്റ്. ഇങ്ങനെ കണക്ട് ചെയ്തേക്കുമല്ലേ. ഈ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് പ്രൈമറി സർക്യൂട്ട് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രൈമറി സർക്യൂട്ടിലുള്ളത് ഒരു ബാറ്ററി, പ്ലഗ് കീ, റിയോസ്റ്റാറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രൈമറി സർക്യൂട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് കറണ്ട് ത്രൂ ദി പൊട്ടൻഷ്യോമീറ്റർ വയർ. ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൈമറി സർക്യൂട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലൂടെ ഒരു സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലേ? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെന്നിരിക്കട്ടെ. വെൻ എ സ്റ്റഡി കറണ്ട് I flows through a wire of uniform area of cross section, the potential difference between any 2 points on the wire. അതായത് ഈ 10 മീറ്റർ ലെങ്ത് ഉള്ള ഈ വയറിൽ ഏതെങ്കിലും 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി വയർ ബിറ്റ്വീൻ ദി 2 പോയിൻറ്റ്സ്. അപ്പോൾ ഈ 2 പോയിന്റുകൾ, ഒരു പോയിന്റ് എയും അടുത്ത പോയിന്റ് ദാണ്ട് ഇത്, ആ പോയിന്റ് ജെ ആണെന്നിരിക്കട്ടെ. അപ്പോൾ എ മുതൽ ജെ വരെയുള്ള
ആ ഡിസ്റ്റൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി വയർ ബിറ്റ്വീൻ ദി 2 പോയിൻറ്റ്സ്. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ? വെൻ എ സ്റ്റഡി കറണ്ട് I flows through a wire of uniform area of cross section, the potential difference between any 2 points on the wire is directly proportional to the length of the wire between the 2 points. അതായത് V directly proportional to L. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൽ ആദ്യം പഠിക്കുവാനുള്ളത് കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 cells. 2 സെല്ലുകളുടെ EMFകളുടെ കമ്പാരിസനാണ് നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ആദ്യം ചെയ്യുവാനുള്ളത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സെല്ലുകളുടെ EMFകളുടെ കമ്പാരിസന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രം കറക്റ്റ് നോക്കുക. ഇത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ വയർ, 10 മീറ്റർ ലെങ്തുള്ള ആ വയറാണ് ഇത്. 2 എൻസ് എയും പിയും, ആ എൻഡിൽ നമ്മുടെ പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പ്രൈമറി സർക്യൂട്ടിന് യാതൊരു മാറ്റവുമില്ല. പ്രൈമറി സർക്യൂട്ടിൽ ബാറ്ററി, പ്ലഗ് കീ, റിയോസ്റ്റാറ്റ്. എന്തിനാണ് ഈ പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് കറണ്ട് ത്രൂ ദി പൊട്ടൻഷ്യോമീറ്റർ വയർ. ഈ സെല്ലുകളുടെ EMFകളുടെ കമ്പാരിസനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഒന്നാമത്തെ സെല്ലിൻ്റെ EMF E1, രണ്ടാമത്തെ സെല്ലിൻ്റെ EMF E2. ഇത് 2 വേ കീ അറേഞ്ച്മെൻറ്റ്. ഇത് ഒരു ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിൻ്റെ എൻഡിൽ നമ്മുടെ സ്ലൈഡ് കോണ്ടാക്റ്റ് ജോക്കി. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഇതേപോലെ കണക്ഷൻസ് എല്ലാം ചെയ്തതിന് ശേഷം ആദ്യം ജോക്കി എ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ എങ്ങോട്ടാണോ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഗാൽവനോമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷന് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കണക്ഷൻ എന്താണ്? ശരിയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുന്നത്? നമ്മൾ ആദ്യം പ്രൈമറി സർക്യൂട്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു കൺവീനിയൻറ്റ് കറണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇതാണ്ട് ഇതിൽ 2 പ്ലഗ് കീ ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പുട്ട് ദി പ്ലഗ് കീ K1 എന്ന് പറയുന്ന ആ കീ മാത്രം നമ്മൾ ഓണാക്കി. K2 ഓഫാണ്. അപ്പോൾ ഏത് സെല്ലായിരിക്കും സർക്യൂട്ടിൽ വരിക? E1 എന്ന് പറയുന്ന ആ സെൽ. ദ സെൽ E1 കംസ് ഇൻ ദി സർക്യൂട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പുട്ട് ദി പ്ലഗ് കീ K1 ക്ലോസ്ഡ് ആക്കി. K2 എന്താണ്? ഓപ്പൺ ആണ്. അപ്പോൾ ഏത് സെല്ലാണ് സർക്യൂട്ടിൽ കണക്റ്റ് ആവുന്നത്? ദ സെൽ E1 കംസ് ഇൻ ദി സർക്യൂട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ജോക്കി ഉണ്ടല്ലോ, ജോക്കി ആദ്യം എ എന്ന് പറയുന്ന ഈ പോയിൻറ്റിനടുത്തുള്ള ആ യൂണിഫോം വയറിൻ്റെ തൊട്ട് മുകളിൽ വയ്ക്കുക. അപ്പോൾ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അതിനുശേഷം ജോക്കി ഈ യൂണിഫോം വയറിന് മുകളിലൂടെ ഇങ്ങനെ നീക്കുക. നീക്കി ഈ ജെ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ജോക്കി ഈ ജെ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. അപ്പോൾ എ മുതൽ ജെ വരെയുള്ള ആ ലെങ്ത് L1 ആണെന്നിരിക്കട്ടെ. എ മുതൽ ജെ വരെയുള്ള ആ ലെങ്ത് L1 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് ഓൺ ദി വയർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി വയർ ബിറ്റ്വീൻ ദി 2 പോയിൻറ്റ്സ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സെല്ലിൻ്റെ EMF അല്ലേ? അപ്പോൾ E1 ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L1 ആണെന്ന് പറയാം. ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്തത്? പുട്ട് ദി പ്ലഗ് കീ K1. അപ്പോൾ ദ സെൽ E1 കംസ് ഇൻ ദി സർക്യൂട്ട്. അതിനുശേഷം
ഈ ജോക്കി എ എന്ന് പറയുന്ന ആ പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ. അതിനുശേഷം ഈ ജോക്കി ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിന് മുകളിലൂടെ നീക്കി ജെ എന്ന് പറയുന്ന പോയിന്റിലെത്തിയപ്പോൾ ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? E1 ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L1. എ മുതൽ ജെ വരെയുള്ള ആ വയറിൻ്റെ ലെങ്താണ് L1. അതാണ് നമ്മുടെ ബാലൻസിങ് ലെങ്ത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? സിമിലർലി ഇനി K1 ഓപ്പൺ ആക്കുക. ഇനി ഏത് കീ ഇടുക? പുട്ട് ദി പ്ലഗ് കീ K2. അപ്പോൾ ഏത് സെല്ലാണ് സർക്യൂട്ടിൽ വരുന്നത്? ദ സെൽ E2 കംസ് ഇൻ ദി സർക്യൂട്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ജോക്കി ആദ്യം എ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് ഏതോ ഒരു പോയിന്റിലെത്തുമ്പോൾ ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. എ മുതൽ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് L2 ആയിട്ട് എടുക്കാം. അപ്പോൾ എത്രയായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്? E2. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? E2 ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? E1/E2 ഈസ് ഈക്വൽ ടു L1/L2 എന്ന് കിട്ടും. ഇതാണ് EMFകളുടെ കമ്പാരിസൺ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്. E1/E2 ഈസ് ഈക്വൽ ടു L1/L2. അതുപോലെ ഇതിലേതെങ്കിലും ഒരു സെല്ലിൻ്റെ EMF നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സെല്ലിൻ്റെ EMFും പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇപ്പോൾ E2 എന്ന് പറയുന്ന സെല്ലിൻ്റെ EMF നമുക്കറിയാമെന്നുണ്ടെങ്കിൽ E1 എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? E1 ഈസ് ഈക്വൽ ടു E2 ഇൻറ്റു L1/L2. ഇങ്ങനെ നമുക്ക് സെല്ലിൻ്റെ EMFും നമുക്ക് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കാം? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം.